സംഗതി അമ്പലപ്പുഴയില് ജി സുധാകരൻ സ്വന്തം സ്ഥാനത്ത് യുഡിഎഫ് പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെല്ലാം അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് സീറ്റിനെ അടക്കമുള്ളവരെ. കണ്ണൂരിലെ 5 സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ ടീം അടക്കമുള്ളവർ മത്സരിക്കുകയുള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ അമ്പലപ്പുഴയിൽ വന്ന് മത്സരിക്കാനാണ് വെല്ലുവിളി. അത് ഇതുവരെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങളെ കൂട്ടത്തിലായിരുന്നല്ലോ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ കണ്ണൂരിൽ മത്സരിക്കേണ്ട ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് മത്സരിച്ച നിലയിൽ ഞങ്ങൾ നല്ല നിലയ്ക്ക് തന്നെ കഴിഞ്ഞ തവണയൊക്കെ ജയിച്ചു വരുന്നത് കണ്ടല്ലോ. നല്ല മാറ്റങ്ങളല്ലേ ഉണ്ടായിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് നാട് നല്ല മാറ്റങ്ങൾ വരികയാണ്. പക്ഷേ ഈ പറഞ്ഞയാൾ ഇതിനേക്കാൾ അപ്പുറം ഇനി പറയും. കാരണം എത്തിപ്പെട്ട ക്യാമ്പ് അതാണ്. ആ ക്യാമ്പിൽ നിന്ന് നല്ല പിന്തുണ കിട്ടണമെങ്കിൽ ആ ക്യാമ്പിൻ്റെ ആളായി ഇന്ന് പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെ ഭാഗമായി വിദ്യാർത്ഥി ജീവിതം തൊട്ട് പ്രവർത്തിച്ച് വന്നയാളാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ പ്രധാനമായി എതിർക്കേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിനെയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തൊപ്പിയാണല്ലോ എടുത്ത് തലയിലിട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ കോൺഗ്രസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താൻ ഉള്ള വഴി ഞാൻ പഴയ ആളല്ല, പുതിയ ആളാണ്. അതിൻ്റെ ഭാഗമായി പഴയതിൻ്റെ ഭാഗമായതിനെല്ലാം തള്ളിപ്പറയണം. അതിനാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉയർത്തുന്നത്. അത് ആ നിലക്ക് വരുമെന്ന് നമ്മൾ കണ്ടോളണം. അതിൽ ഇനിയും കൂടുതൽ ജീർണതയിലേക്ക് അദ്ദേഹം പോയേക്കാമെന്നാണ് തോന്നുന്നത്. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പുന്നപ്ര വയലാർ സമരസേനാനികളുടെ മണ്ണാണല്ലോ. ഈ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ചിലർക്ക് സംഭവിച്ചിരുന്നു. ഇതുപോലുള്ളതല്ല, ഇതിന് വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ച ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ആലപ്പുഴ ശക്തമായി ഉറച്ചു നിന്നൊരു ജില്ലയാണ്. ഇവിടുത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്തതാണ്. അവരുടെ പാർട്ടി കൂറ് വളരെ വലുതാണ്. ഏതെങ്കിലും ഒരാളെ ചാരിയല്ല, പാർട്ടിയോടൊപ്പമാണ് ഇവിടുത്തെ പൊതുവിൽ പാർട്ടി സഖാക്കളും ജനങ്ങളും നിൽക്കുന്നത്. പാർട്ടി സഖാക്കളെക്കാളും ഉപരി ആവേശവും പ്രതിബദ്ധതയും കാണിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അവർക്ക് പാർട്ടി സഖാക്കളുടെ ദൈനംദിന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ലായിരിക്കും. പക്ഷേ ഒരു പ്രതിസന്ധി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തള്ളി വരുന്ന ജനങ്ങളെ അത്ഭുതാതരങ്ങളോട് ഈ നോക്കി കാണാൻ പറ്റും. അത്തരമൊരു ജില്ലയാണിത്. ഇവിടെ ഒരിടത്തും ഒരു വോട്ടും അവസരവാദികളുടെ നിലപാടിൻ്റെ ഭാഗമായി കുറയില്ല എന്നത് കണ്ടോളും. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 5000 BJP വോട്ട് ലഭിക്കും, അതോടൊപ്പം തന്നെ 15,000 CPM വോട്ട് ലഭിക്കും, അങ്ങനെ താൻ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് സുധാകരൻ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെന്നിത്തലം എന്നൊരു പ്രയോഗത്തിൽ നടത്തിയത് അത് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടായി. ഇവിടെ ഇപ്പം ആദ്യം എന്താ പറഞ്ഞത്? ഇതിൽ ഈ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ ഉള്ള ദയനീയതയുണ്ടല്ലോ, അത് വേറൊരു ഭാഗമാണ്. ഈ ഒരു സുപ്രഭാതത്തിലായിരിക്കില്ലല്ലോ ഇത് നടന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ആലോചനകൾ നേരത്തെ നടക്കുന്നുണ്ടാകും. കോൺഗ്രസിൻ്റെ ചില നേതാക്കളും ഇദ്ദേഹവുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ടാവുമല്ലോ. ആ ആലോചനയിൽ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തിയ ഒരു കണക്കായിരിക്കും ഇത്.
ഒരു CPI-നെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. താൻ CPI-ൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയായാൽ 10,000 അല്ലേ? 15,000 15,000 വോട്ട് CPI-ൽ നിന്ന് ഇങ്ങനെ അടർന്നിങ്ങോട്ട് തന്നോടൊപ്പം വരും. ഇതായിരിക്കും ആലോചന നടത്തുമ്പോൾ പറഞ്ഞ ഒരു കാര്യം. അത് കോൺഗ്രസ്സിനും കുറച്ച് നല്ല ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം CPI-ൻ്റെ കൂടെയുള്ള 15,000 ആളുകൾ കുറയാന്ന് പറഞ്ഞാൽ CPI-എം നല്ലതുപോലെ ദുർബലപ്പെടുമെന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതിനെ അവർ നല്ല നിലക്ക് കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണണ്ടേ? അതല്ലേ മറ്റേ 10,000-ൻ്റെ കണക്ക്. 10,000 അല്ലേ? 5,000. BJP-യുടെ വോട്ട് 5,000 കിട്ടുമെന്ന് പറഞ്ഞത്. അത് ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പറയല്ലേ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട്. അപ്പോൾ BJP-യുടെ കൂടി സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ അദ്ദേഹം മാറുന്നത്. കോൺഗ്രസിൻ്റെയും BJP-യുടെയും വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ പറ്റും എന്നാണല്ലോ കണക്കൂട്ടൽ. ഈ ആലോചന നേരത്തെ നടന്നിട്ടുണ്ടാവുമല്ലോ. ആ ആലോചനകൾ BJP-ക്കാരുമായിട്ട് നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇനി BJP-ക്ക് നൽകിയിട്ടുള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം വന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന മട്ടിലാണ്. പക്ഷേ ഇത്തരത്തിലൊരു നിലയെടുത്ത് വോട്ട് BJP-യിൽ നിന്ന് കൂടി വാങ്ങാൻ സ്വതന്ത്ര വേഷമാണ് നല്ലത് എന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണോ? ഏതായാലും രണ്ടു കൂട്ടരും കൂടി കണ്ടൊരു അഭിപ്രായമാണല്ലോ. അപ്പോൾ BJP കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അമ്പലപ്പുഴയിൽ CPI-എമ്മിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നാണല്ലോ നോക്കുന്നത്. അമ്പലപ്പുഴ ഇപ്പോൾ കുറച്ച് ദീർഘകാലമായിട്ട് തന്നെ LDF ഇത്തരമൊരു ആളെ സ്വീകരിച്ച് ഞങ്ങളെ തകർക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് കഴിയുന്നതല്ല. അമ്പലപ്പുഴ ഈ കഴിഞ്ഞ കാലത്ത് LDF-നോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇത്തവണയും നല്ല നിലയിൽ തന്നെ LDF-നോടൊപ്പം അമ്പലപ്പുഴ നിൽക്കുമെന്നതിൽ സംശയമില്ല. നല്ല നിലക്ക് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സലാം ജയിച്ചു വരിക തന്നെ ചെയ്യും. BJP-യോട് LDF-ന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് BJP വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യമായ CPM വോട്ടുകളൊന്നും മണ്ഡലത്തിൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പല സ്ഥലത്ത് അതല്ലേ ഇപ്പോൾ പറയുന്നതല്ലേ. ഇപ്പം അതല്ലാത്ത ഇതിനേക്കാളും അധികം അദ്ദേഹം പറയാൻ നിർബന്ധിതനാവും. കാരണം CPM വോട്ടല്ലാതെ പിന്നെ ഏത് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ആരാ അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിച്ചത്? അദ്ദേഹമാക്കിയത് ചെറുപ്പം നാൾ തൊട്ട് ഞങ്ങളെ പാർട്ടിയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഒരാൾ പാർട്ടിയിൽ വളർന്നു വരുന്നത് അയാൾ എല്ലാ തരത്തിലും പൂർണ്ണവാനായിട്ടല്ല. ഒരു മനുഷ്യനെന്ന നിലക്കുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഓരോ ആൾക്കും ഉണ്ടാവും. ആ കുറവുകളും പോരായ്മകളും ഒക്കെ നല്ല നിലക്ക് ഇടപെട്ട് തിരുത്തി നല്ലതുപോലെ വളർത്തിയെടുക്കുന്ന നിലയാണ് പാർട്ടി സ്വീകരിക്കുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിൽ ആദ്യം വിദ്യാർത്ഥി പ്രവർത്തനം, പിന്നെ പാർട്ടിയിൽ മറ്റു വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞ അറിവ് അത് പാർട്ടിയിലൂടെ ലഭിച്ചതാണല്ലോ. പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വളർത്തുന്നത്. ആ പാർട്ടിയെ ആകെ തള്ളിപ്പറഞ്ഞ് എനിക്ക് പാർട്ടിയുടെ വോട്ടൊന്നും ആയിരുന്നില്ല മറ്റേതോ വോട്ടായിരുന്നു എന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ. നിങ്ങളെല്ലാം ഈ ജില്ലക്കാരാണല്ലോ. നിങ്ങൾ അല്പം ഒരു ചിരിയോടെയായിരിക്കുമല്ലോ അത്തരം വാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുക. പിന്നെ CPI-എമ്മിനെതിരെ പറയുന്നതായതുകൊണ്ട് ചെറുക്കൊരു സുഖം തോന്നുന്നു മാത്രം. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാസ്യത എല്ലാവർക്കും ബോധ്യമാകുമല്ലോ. അതായത് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സമയത്ത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ആവശ്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. അതിൽ സജി ചെറിയാൻ സംശയവലയിൽ നിർത്തിക്കൊണ്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം
അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ൻ്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ്. ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലെ നല്ല നിലക്ക് വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണല്ലോ. പക്ഷേ ആ സഖാവിനോട് അദ്ദേഹത്തിന് എത്രമാത്രം വൈമുഖ്യമുണ്ടായി എന്താണല്ലോ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. അങ്ങനെ ഒരു തരം എടുത്തു പോകേണ്ട കാര്യമുണ്ടോ? ഒരാളെ വ്യക്തിപരമായി വളർന്നു വരുന്നത് മറ്റാരും ഇവിടെ വളരണ്ട എന്നൊരു നിലപാട് അങ്ങനെ സ്വീകരിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അതുകൂടിയില്ലേ അതിൻ്റെ പിന്നിൽ? അങ്ങനെയൊക്കെയാണോ കാണേണ്ടത് കാര്യങ്ങൾ? പക്ഷേ പാർട്ടി തലത്തിലുള്ള അന്വേഷണം ഭുവനേശ്വരന്റെ നടത്താൻ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ആ ഭുവനേശ്വരന്റെ പോരാട്ടം പറഞ്ഞത് പാർട്ടി മുന്നണി ഈ ഘട്ടത്തിൽ കുറയ്ക്കുന്നു തന്നെ. ഭുവനേശ്വരൻ നമ്മുടെ അനശ്വരനായ ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ സ്മരണ അതിൻ്റെ നിലയിൽ നിന്ന് അറത്തി മാറ്റി ഇപ്പം ചെന്നുപെട്ട ക്യാമ്പിനെ ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകും. ഭുവനേശ്വരൻ്റെ സ്മരണ നല്ല നിലക്ക് നിലനിൽക്കുകയാണ്. അത്തരം രക്തസാക്ഷികളുടെ സ്മരണ മുൻനിർത്തി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് നീതി ചെയ്യുന്ന തീരുമാനങ്ങൾ തന്നെയാണ് പൊതുവിലുണ്ടാകാൻ പോകുന്നത്.